ഏതൊരു ഭാഷയും പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് നമ്മൾ ആ ഭാഷയിൽ ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ആ ഭാഷയിൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാവും. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും തെറ്റില്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തെറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ ആ ഭാഷയോട് കൂടുതൽ നിങ്ങൾക്ക് അടുക്കാൻ അത് കാരണമാവും. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസോക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അസോക്ക് നല്ല ചൂടാണ് എന്ന് ചിന്തിക്കുമ്പോൾ അൽ ജവ്വു ഹാർ മറ, അൽ ജവ്വു ഹാർ മറ, ഈ അന്തരീക്ഷം ഭയങ്കര ചൂടാണ്. അപ്പോൾ കാറിലിരിക്കുമ്പോഴാണെങ്കിൽ AC വർക്ക് ചെയ്യുന്നുണ്ടോ? ഹാദാ മുക്കയ്യഫ് യഷ്വൽ, ഹാദാ മുക്കയ്യഫ് യഷ്വൽ, ഈ മുക്കയ്യഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ എന്ത് ചെയ്യണം? അറബിയിൽ ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് പല വാക്കുകളും കിട്ടാതാവും. അത് കിട്ടാതാവുകയാണെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ അത് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കിട്ടാത്ത വാക്കുകൾ നമ്മുടെ മനസ്സിൽ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ ഭാഷയോട് കൂടുതൽ അടുക്കും. ഞാൻ എപ്പോഴാണ് ഓഫീസിൽ എത്തിച്ചേരുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ മിത്ത അനവസ്വൽ ഫിൽ മക്തബ്, നമ്മളെപ്പോഴാണ് ഓഫീസിൽ എത്തിച്ചേരുക? ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണല്ലോ പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചിന്തിക്കണം? മറ തഹീർ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആണെങ്കിൽ ഷോയ തഹീർ, ഞാൻ കുറച്ച് ലേറ്റാണ്. നമ്മളൊരു കാറ് സ്പീഡിൽ ഓടിച്ച് വരുന്നത് കാണുകയാണെങ്കിൽ എന്ത് നമ്മൾ ചിന്തിക്കുന്നത്? സയ്യാറ ജി സൊറ, ഈ കാറ് ഭയങ്കര സ്പീഡിലാണല്ലോ വരുന്നത്. സയ്യാറ ജി സൊറ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഭാഷയോടുള്ള ആവേശം ഒന്നും കൂടെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസുകളിലും അത് ഉപയോഗിക്കാനുള്ള അവസരങ്ങളുണ്ടാകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ എന്തെങ്കിലും സംഗതികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. ലേഷ് ഹുവ ഫക്കർ കീത, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്? ലേഷ് ഹുവ ഫക്കർ കീത, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ അങ്ങനെ സംസാരിച്ചത്? ലേഷ് ഹുവ കല്ലം കീത, ലേഷ് ഹുവ കല്ലം കീത. പിന്നെ നമ്മൾ ആ ഓഫീസിൽ പോയിട്ട് ലേറ്റായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്, അത് അദ്ദേഹത്തിനോട് ഞാൻ കുറച്ച് ലേറ്റായി എന്നൊക്കെ പറയുന്ന കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? നമ്മളെന്ത് ചിന്തിക്കണം? ഷോയത്ത് മാലിഷ് ഷോയത്ത് അഖീർ, സോറി ഞാൻ കുറച്ച് ലേറ്റാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഭാഷയിൽ ഉയരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അറബിയിൽ.